ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ കാറിൽ പലപ്പോഴും നമുക്കൊരുപാട് ഡിസ്റ്റർബൻസ് ഡ്രൈവ് ചെയ്യണതിൻ്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. ബുദ്ധിമുട്ടാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അനുഭവപ്പെടുന്നത്. അത് നമ്മളിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. നമുക്ക് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗം ലഭിക്കാൻ വേണ്ടി ആവശ്യമുള്ള ഇന്ധനം നമുക്കകത്തുണ്ടോ, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അയാൾ പ്രതീക്ഷയോടുകൂടി ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറായി പെട്രോൾ കമ്പനിയിലേക്ക് പോവുകയാണ്. അനുവാദം ചോദിച്ചതിന് ശേഷം അകത്തേക്ക് പ്രവേശിച്ചു. 4 ഉദ്യോഗസ്ഥർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അയാൾക്ക് ഇന്ധനം കൊണ്ടുപോകുന്ന ട്രക്കിൻ്റെ ചുമതല കൊടുക്കുകയാണ്. സന്തോഷത്തോടുകൂടി അയാൾ വീട്ടിൽ തിരിച്ചെത്തി. ആദ്യ ജോലിയിൽ പ്രവേശിക്കുന്ന ആവേശത്തോടെ പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് തന്നെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അയാൾ കമ്പനിയിലേക്ക് പുറപ്പെട്ടു. ഇന്ധനം നിറച്ച ആ ടാങ്കർ ലോറിയും എടുത്ത് ആ കമ്പനിയുടെ തന്നെ വേറെ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കെ വഴിയിൽ വെച്ച് വാഹനം നിന്നുപോയി. അയാൾ ഇറങ്ങി വാഹനത്തിന് എന്തു പറ്റിയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരെ നിൽക്കുന്ന ഒരു കടക്കാരൻ അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, എന്തു പറ്റി? പെട്രോൾ തീർന്നോ? അയാൾ പരിഹാസത്തോടു കൂടി പറഞ്ഞു, ഈ ടാങ്കർ ലോറി മുഴുവൻ ഇന്ധനമാണ്. 400 ലിറ്ററിൻ്റെ ടാങ്കിൽ ഇന്ധനമില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ആ കടക്കാരൻ പറഞ്ഞു, മുകളിലത്തെ ടാങ്കിൽ എത്ര ലിറ്റർ ഇന്ധനമുണ്ട് എന്നതിലല്ല കാര്യം. അതിനടിയിൽ ഒരു ടാങ്കുണ്ട്. അതിൽ ഇന്ധനമുണ്ടെങ്കിൽ മാത്രമേ ഈ വാഹനം ഓടുകയുള്ളൂ. ഇത് പറഞ്ഞപ്പോഴാണ് അയാൾ ചിന്തിക്കുന്നത്, തിരക്കു പിടിച്ച് പോരുന്നതിനിടയിൽ പെട്രോൾ എത്രയുണ്ടെന്ന് നോക്കാൻ മറന്നത്. ഇന്ധനം കൊണ്ടുപോകുന്ന വലിയ ടാങ്കിൽ അത് ഓടാനുള്ള ഇന്ധനം അടിക്കാത്ത പോലെയാണ് നമ്മളിൽ പലരും. എല്ലാവരെയും ഉപദേശിക്കുന്നവരും പ്രബോധനം ചെയ്യുന്നവരും സ്വയം പ്രവർത്തിക്കുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ ഇന്ധനമില്ലാത്ത വാഹനത്തോട് ഉപമിക്കാം. വളരെ മനോഹരമായ ഒരു ചെറിയ കഥയാണ് നമ്മൾ കേട്ടത്. അതിൽ നമ്മോട് തന്നെ ചോദിക്കാം, ഇതിൽ നമ്മളെ അവസ്ഥ എന്താണെന്നുള്ളത് അല്ലേ. പലപ്പോഴും അതിൽ ലാസ്റ്റ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പല നല്ല കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കാനും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മൾ മുൻപന്തിയിലുണ്ടാകും. പക്ഷേ ആ കാര്യങ്ങൾ നമുക്കകത്ത് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് നമ്മളെ വണ്ടി കൃത്യമായിട്ട് സമയത്തിന് ഓടി അതിൻ്റെ ചലനം കൃത്യമായി പോവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അവനവനിലേക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പലപ്പോഴും നന്മകൾ കാണുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ നല്ലതാണ്. അതെ, എല്ലാവരും മുന്നിലുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ പറഞ്ഞു കൊടുക്കുന്ന നന്മ ആദ്യം സ്വയം ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. നമ്മൾ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ പറയേണ്ടതെന്ന് പറയില്ല എപ്പോഴും. അതെ അതെ, നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് വേറോട് പറഞ്ഞു കൊടുക്കരുതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു പെട്രോൾ ടാങ്ക് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അത് ബാക്കിയുള്ളവർക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കൊണ്ട് പോകുന്നത്. പക്ഷേ അതിനെ അവിടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പോലും ഇതിനകത്തില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മളെ കാര്യം. നമ്മൾ മറ്റുള്ളവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിനുവേണ്ടി സമയവും അതുപോലെ സമ്പത്തും എല്ലാം നമ്മൾ ചിലവഴിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗം ലഭിക്കാൻ വേണ്ടി ആവശ്യമുള്ള ഇന്ധനം നമുക്കകത്തുണ്ടോ, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ വളരെ നഷ്ടക്കാരിൽപ്പെട്ടു പോകും. അതെ, സാധാരണ ഇതിലിപ്പോൾ പറഞ്ഞിട്ടുള്ള പോലെ ഇന്ധനം കൊണ്ടുപോകുന്ന വണ്ടി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു വലിയ ടാങ്കർ ലോറിയാണ്. ചില സമയത്ത് നമ്മളൊരു ക്യാപ്സ്യൂൾ എന്നൊക്കെ പറയുന്ന പോലെ വലിയ ട്രക്കുകളാണ് ഉണ്ടാവുക. എന്നാൽ അതിൻ്റെ ഇന്ധനം നിറക്കാനുള്ള ടാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ആ ടാങ്കിനെ അപേക്ഷിച്ച് പോകുമ്പോൾ ഇത് വളരെ ചെറിയ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ 500-1000 ലിറ്ററൊക്കെ പോകുന്ന ടാങ്കുകൾ ഉണ്ടാവും. എന്നാൽ ഈ പോകുന്ന വണ്ടിക്ക് വേണ്ടത് വളരെ കുറഞ്ഞ ഇന്ധനം മാത്രമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാവും. നമ്മൾ അവിടുന്നും ഇവിടുന്നൊക്കെ നമുക്ക് കിട്ടിയ അറിവുകൾ ഒരുപാടുണ്ടാവും. പക്ഷെ നമ്മളത് നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ചോദ്യചിഹ്നം മാത്രമായിരിക്കും നമ്മൾ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറുപ്പത്തിൽ സൈക്കിൾ ഓട്ടുന്നൊരു പ്രായം ഉണ്ടാവുമല്ലോ. ഓടിച്ച് പഠിക്കുന്ന സമയത്ത് മഴക്കാലത്ത് സൈക്കിൾ ഓട്ടുന്ന സമയത്ത് ചില സൈക്കിളിന്
പിന്നിലെ ചക്രത്തിനൊരു എന്താ പറയുക, ഒരു മഡ് ഗാർഡ് ഉണ്ടാവും. അതെ, ബാക്കിലേക്ക് ചളി തെറിക്കാതിരിക്കാൻ വേണ്ടി guard വെക്കും. ഒരു മഡ് ഗാർഡ് ഉണ്ടാവാറുണ്ട്, ചില സൈക്കിളിന് ഉണ്ടാവില്ല. ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ ഒരു കൂട്ടുകാരൻ നമ്മളെ മുമ്പിൽ പോകുന്നുണ്ട്, മഴക്കാലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവൻ്റെ സൈക്കിളിൽ നിന്നുള്ള ചളി മുഴുവൻ നമ്മൾക്ക് നമ്മളെ മേത്തിലേക്ക് ബാക്കിലുള്ള ആൾക്ക് തെറിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. ഉം. പക്ഷെ ഒരാൾ പോലും എന്ത് ചെയ്യാറില്ല, നമ്മുടെ സൈക്കിളിൻ്റെ ബാക്കിൽ എന്താണ് അതൊന്നും നോക്കാറില്ല. ഉറപ്പുവരുത്താറില്ല. ഇല്ല. അതെ. അപ്പോൾ ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ കാറിൽ പലപ്പോഴും നമുക്കൊരുപാട് ഡിസ്റ്റർബൻസ് ഡ്രൈവ് ചെയ്യണതിൻ്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളെന്ത് എന്താ പറയുക ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അനുഭവപ്പെടുന്നത്, അത് നമ്മളിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അങ്ങനെ ഒരുപാട് അർത്ഥതലങ്ങളുള്ളൊരു ചെറിയ ഒരു കഥയാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയിലെ ഒരു 2ാം വർഷ വിദ്യാർത്ഥിനി എഴുതിയ കഥയാണ്. ഓക്കെ, നല്ല ചിന്തിക്കാൻ നമുക്ക് ഒരുപാടുണ്ട് അതിനകത്ത്. ഈ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ചും ദൈവരംഗത്തൊക്കെ ഇടപെടുന്ന ആളുകൾ പ്രത്യേകിച്ചും അത് കേട്ട് ചിന്തിക്കേണ്ടതാണ്. കാരണം നന്മകൾ പറഞ്ഞു കൊടുക്കാൻ എല്ലാത്തിനും നമ്മൾ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ അത് ആ നന്മകൾ ഞാൻ പ്രാവർത്തികമാക്കുന്നുണ്ടോ, എനിക്കതുകൊണ്ട് നാളെ ഗുണം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.